everyone, welcome to my channel Joss Moses Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കോവയ്ക്കും മാങ്ങയും കൂടിയുള്ള ഒരു കറി. നമ്മുടെ മീൻ കറിയുടെ പോലെ ഇരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ മീനും മാങ്ങിട്ട് വെക്കണില്ലേ, അതേപോലെ. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണത്. നമുക്ക് കോവയ്ക്ക് രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ മാങ്ങേനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫ്രോസൺ ആണ്. കാരണം എനിക്കിപ്പോൾ അത് കിട്ടാനും വഴിയുള്ളൂ. ഈ മഞ്ഞ സമയത്ത് എവിടെ കിട്ടണം, ഇവിടെ ഫ്രഷ് കിട്ടാനൊന്നും എനിക്കിപ്പോൾ വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഫ്രോസൺ ഉപയോഗിക്കുന്നത്. ഞാൻ ഫ്രഷാണ് കൂടുതൽ നല്ലത്. ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത്ര നൈസാവണ്ട, ഒരുവിധം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഗ്രീൻ ചില്ലി ഇങ്ങനെ സ്ലിറ്റ് ചെയ്തിടാം കേട്ടോ. നമുക്ക് സബോള സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇഞ്ചിനെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞ നൈസായിട്ട് അങ്ങനെ ഇരിഞ്ഞെടുക്കാം കേട്ടോ. എങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള ഒരു വിധം ഞാൻ എൻ്റെ ഷോർട്സിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ഇഞ്ചി ക്ലീൻ ചെയ്യാന്നറിയാം. നമുക്ക് നമ്മുടെ കോവയ്ക്ക കുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ. നമുക്കത് കഴിഞ്ഞാലേ അത് ഉണ്ടാക്കാനായിട്ട് നമ്മളിത് മീൻ കറിയുടെ ഒരു ടേസ്റ്റാണുള്ളത് ഉണ്ടാക്കണേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കളിമണ്ണ് പാത്രം, അതാണ് നല്ലത്. അത് കഴിഞ്ഞ ഒരു മീഡിയം ഹീറ്റിൽ അതിനെ ചൂടാക്കാം കേട്ടോ. ചൂടായി വരട്ടെ. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഉലുവ ഒന്ന് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. കളറൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. നമുക്ക് ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും മണമൊക്കെ നന്നായി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ പുറത്തേക്ക്. അത് കഴിഞ്ഞ് നമുക്ക് സബോള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് വേപ്പല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് അധികം ഗോൾഡൻ കളറൊന്നും ആവണ്ട കേട്ടോ. നമുക്കത് ജസ്റ്റ് ഒന്ന് വഴക്കാൻ മതി.
ഇതൊന്നേ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ നാളേരം ഒന്ന് ചെറുവി അതിൻ്റെ ഒന്ന് പേസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം കേട്ടോ. നമുക്ക് അരയ്ക്കാനായിട്ട് അതിലേക്ക് മഞ്ഞൾ കുറച്ച് കൂടുതലാണ് ഇങ്ങനെ ചേർക്കണേ. മീൻകറി ഒന്ന് കുറച്ച് മഞ്ഞൾ കൂടുതൽ ചേർക്കുന്നുണ്ട്. അത് ഇനി ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി വെള്ളം. നമുക്ക് ആ നാളേരം ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. മറക്കല്ലേ പേസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഒന്ന് വഴറ്റി വരുന്നുണ്ട്. സബോള അധികം വഴറ്റണ്ട അതിനെ, കാരണം ഇനി കുറച്ചൊരു കുക്കിംഗ് ഉണ്ട്. അതൊക്കെ ആ കുക്കിങ്ങിൽ വരുമ്പോൾ എല്ലാം നല്ലതായിട്ട് മിക്സായി വന്നോളൂ. അപ്പം ഇങ്ങനെ മതി നമുക്ക്. ഞാനിവിടെ പുതിയൊരു മെത്തേഡ് പോലെ അടുത്ത് ചെയ്യണേ. അപ്പം ഞാൻ ഇതിൽ മറിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ കറിയിൽ ചേർക്കണം കേട്ടോ. അപ്പം അതിനൊരു പോട്ടിലേക്ക് ഇടാം. അത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ടര നമ്മൾ ശരിയാക്കി വെച്ചില്ലേ, മല്ലിയും വെള്ളം കൂടി മിക്സ് ചെയ്ത് വെച്ചത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, നന്നായിട്ട് മിക്സ് ആയില്ലേ. കാരണം ഇനി കുറച്ചൊന്ന് മൂക്കണം കേട്ടോ. ആ മല്ലിയുടെ കുത്തൊന്ന് പോകണം. അതിനാണ് ഞാൻ വെള്ളത്തിൽ കൂടി മിക്സ് ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ അത് പോവും. അപ്പോൾ അതൊന്നും അങ്ങോട്ട് മൂക്കട്ടെ. എന്നിട്ട് എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി അതിലേക്ക് നമ്മുടെ കോവയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പച്ചമാങ്ങ അതും അതിലെ കാര്യം, ഇത് പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ ആവശ്യത്തിന് ഉപ്പ്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് കവർ ചെയ്ത് അതിനൊരു 10-15 മിനിറ്റ് കുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ആ മല്ലി ഇച്ചിരി ഇതുണ്ടല്ലോ, അതിൽ ഇച്ചിരി വെള്ളം ഒന്ന് കലക്കിയിട്ട് അതൊന്ന് ആഡ് ചെയ്ത് നോക്കട്ടോ. മാങ്ങയുടെ ഒക്കെ പുളി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നല്ല കിടിലൻ സ്മെല്ലും. 15 മിനിറ്റ് ആയിട്ടോ. നമുക്ക് അതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുത്തൊരു 5 മിനിറ്റ് കൂടി കൊണ്ട് ആയിക്കോട്ടെ. തുറന്ന് 5 മിനിറ്റ് കൂടി കുക്കാവട്ടെ. അതായത് നമുക്ക് അരപ്പൊക്കെ ചേർക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരപ്പ് നമ്മൾ അരച്ചില്ലേ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. നമുക്ക് ഇളക്കി ഒന്ന് എല്ലാം മിക്സ് ആവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അരച്ച കാളയത്തിൻ്റെ വെള്ളം ചുറ്റിച്ചിട്ട് അതോടെ ഒന്ന് ഒഴിക്കാം കേട്ടോ. അത് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കോവയ്ക്കും മാങ്ങയും റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം മതി. പിന്നെ ഒരു താളിപ്പോട് കൂടി ഇവൻ്റെ കഥ നമ്മൾ അവസാനിപ്പിക്കും. ഒരു കിടിലൻ സാധനം. വേണമെങ്കിൽ മീൻ കറിക്ക് പകരമായിട്ടും ഇവനൊന്ന് പൂശാട്ടോ. നമ്മുടെ നാട്ടിൽ മീനും മാങ്ങിയിട്ട് വെക്കണില്ലേ, കോവയ്ക്കും മാങ്ങി ഇട്ട് വെക്കാം കേട്ടോ. നമുക്കിങ്ങനെ ഇപ്പം നമ്മുടെ കോവയ്ക്കും മാങ്ങയും അത്യാവശ്യം നല്ല തിക്കായി വരുന്നുണ്ട്. മാങ്ങയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നുണ്ട്. കോവയ്ക്കൊക്കെ നല്ല കുക്കായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം.
നമുക്ക് ടെമ്പർ ചെയ്യാനായിട്ടൊരു അതേപോലത്തെ ഒരു കുഞ്ഞൊരു പാൻ വെക്കാം. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂക്കട്ടെ. മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത്രണ്ടതാണ്. എനിക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, ചുമപ്പമുളക് ഇട്ടിട്ടൊന്ന് നോക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചിറ്റിക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി എന്തൊന്ന് ചീച്ചു കൊടുക്കാം. ചില്ലി പൗഡർ. നമുക്കത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇച്ചിരി മുളക് പൊടി കഴിഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചിറ്റിക്കാം. ഒന്ന് മൂക്കട്ടെ. അപ്പോൾ നന്നായിട്ട് മൂത്തുണ്ട്. ഓക്കെ, കിടലല്ലേ, കിടുകിടുകിടുവല്ലേ. മാങ്ങയും കോവയ്ക്കും ഉള്ളിൽ കഴുകിക്കാണ് ചേർത്ത് കൊടുക്കാം. ഓ, അതിന്റെ സ്മെല്ല് വാവ്. അപ്പോൾ കറി നമ്മൾ കാച്ചി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്, നല്ല കൂടുതലായി. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണത് ഇനി നമുക്ക് നല്ല ചൂടൻ നോക്കി, ചൂട് പറപ്പറ നോക്കി. ആ ചൂടിന്റെ കൂടെയല്ല, ചോറിന്റെ കൂടെ നമുക്ക് നമ്മുടെ കോവയ്ക്കും മാങ്ങയും കൂടിയുള്ള കറി കൂടി ഒന്നൊരു പിടുത്തം പിടിച്ചോക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആ മിളകൊക്കെ ഒന്നിട്ട് എന്തൊരു പിടുത്താണ് പിടിച്ചോക്കാം. ഓ, കൈ പൊള്ളിയാലും എന്താ കുഴപ്പം, അതിൻ്റെ സ്മെല്ലടിച്ചാൽ വീണ്ടും തിന്നാൻ തോന്നുന്നു നമുക്ക്. ആ ഇടൂ, ഇത് തിന്നാൻ വേണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാ നിങ്ങൾ തിന്നണ്ടേ? ആസ്വദിച്ചിടണം. അങ്ങനെ അങ്ങനെ കുത്തിയിട്ട് ആസ്വദിച്ചിടണം. അപ്പൊ ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. എന്താ ചെയ്യണ്ടേ? എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്.